രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രിയാണെങ്കിലും ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിലാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ലാതെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു പറാത്തയുടെ റെസിപ്പി ആട്ടോ. അതും കുഞ്ഞു മസാലയോ ഫില്ലിംഗ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള പറാത്ത തന്നെയാണ്. അപ്പം മിസ് ചെയ്യാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ച് പഞ്ച് പോലുള്ള ഈ പറാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേവിച്ച 2 ഉരുളക്കിഴങ്ങാട്ടോ എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് ഗ്രേറ്റ് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. കണ്ടോ, തീരെ പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങാട്ടോ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയോ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും അതേപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ച് തന്നെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് മിക്സ് ആക്കി എടുക്കാം. വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. ആ ഒരു ചില്ലി ഫ്ലേക്സിന്റെ എരിവും അതേപോലെ തന്നെ മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റും കൂടെ തന്നെ ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു ടേസ്റ്റും ഒക്കെയാണ് ശരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. നന്നായിട്ട് ഒന്നുങ്ങ് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതേപോലെ കുറച്ച് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒന്നുങ്ങ് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിച്ചെടുക്കുന്ന പോലെ ഇതേപോലെ കയ്യിലൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കുഴച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് കുറച്ച് മാത്രം നോക്കി നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഒന്നും കൂടി ഇതേപോലെ ശരിക്കും മിക്സാക്കി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് പോലെ എടുത്ത് ചപ്പാത്തിയുടെ രൂപത്തിൽ പരത്തിയെടുക്കാം. ഇതിപ്പോൾ റെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് ഒന്നുകൂടെ വേവിച്ചെടുക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതേപോലെ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തും പോലെ ചെറിയ ചെറിയ ബോൾസ് പോലെ എടുത്ത് മൈദയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയുടെ മിക്സിലോ ഇതേപോലെ ഒന്നങ്ങ് മുക്കി നല്ലോണം തന്നെ പരത്തി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പൊടിയിലൊന്നും മുക്കിയിട്ട് പരത്തി എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ ചപ്പാത്തി പലകയിലും അതേപോലെ തന്നെ ചപ്പാത്തി കോലിലോ കൗണ്ടർ ടോപ്പിലോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് തീരെ തിന്നായിട്ട് ഇതേപോലെ ഇങ്ങ് പരത്തിയെടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മൈദയാണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് തന്നെ പരത്തിയെടുത്ത് നല്ല ചൂടായ പാനിലേക്ക് ഇതേപോലെ അങ്ങ് ചേർത്ത് സാധാരണ നമ്മൾ ചപ്പാത്തി റെഡിയാക്കി എടുക്കുന്ന പോലെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് 2 വശം ഓയിൽ പറ്റി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു വശം റെഡിയായി കഴിഞ്ഞപ്പോൾ കുറച്ച് ഓയിൽ പറ്റി കൊടുക്കുന്നുണ്ട്. മറുവശത്തും കൂടി ഇതേപോലെ ഓയിൽ പറ്റി റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് മാറ്റാം. കണ്ടോ, നന്നായിട്ട് കളറൊക്കെ മാറി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇത് മതി. അടുത്തതും ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ.